Grace, mercy and peace from God the Father. Pulling down strongholds, as we peace to നാം ഇനി അടിമത്തിൽ കൂടി പോരുത് ഫോർ ബദനി ഹൻ കൽവട്ടി ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, ഗോഡ് ദ ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. അതായത് എന്താണ്, ക്രൈസ്റ്റ് ജീസസ് നമുക്ക് ധാരാളം കൃപ നൽകും. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ദ ഫാദർ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആർ ലോർഡ്. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം എന്താണ്, LDFനാണോ കേരള ഇലക്ഷൻ 2026 മനസ്സിലായില്ലേ, ഏപ്രിൽ നടക്കുന്നതാണ് ഇലക്ഷൻ. അതായത് LDFനാണോ UDFനാണോ BJPക്കാണോ ആർക്ക് ആണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പാർട്ടികൾക്കും വോട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് പ്രേക്ഷകർ ചിന്തിക്കുക. ഈ LDFന് വോട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കുറച്ച് മുസ്ലിം പ്രീണനമുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ 10 വർഷം കൊണ്ട് കാട്ടിക്കൊട്ടത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ പിന്നെന്താണ്, ദേശത്തെ തകർക്കുവാൻ, അതുപോലെ മൊണാലിസയുടെ കല്യാണം 18 വയസ്സിന് മുമ്പ് മൊണാലിസയുടെ കല്യാണം നടത്തിയതും പിന്നെ അതുപോലെ മറ്റു പല പല അധർമ്മങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മുസ്ലിം മതപ്രീണനമായതുകൊണ്ട് ദേശത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ അവർ നടക്കുന്നു. BJPക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേന്ത്യയിലെ പാസ്റ്റർമാരെ കൊല്ലാനും വെട്ടാനും അവരെ കൊണ്ട് ചാണം തെറ്റിക്കാനും വേണ്ടി സ്പെഷ്യലൈസേഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അവർ ഒരു വശത്ത്, ആം ആദ്മിയോട്ട് ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഈ 3 പാർട്ടിക്കാർക്ക് ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ചിന്തിച്ചും സൂക്ഷിച്ചും എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനമാണ്. ഒരു വശത്ത് ഇടതുവശം, ഒരു വശത്ത് വലതുവശം, ഒരു വശത്ത് BJP. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ജനങ്ങളുടെ അവകാശമുണ്ട്. പക്ഷേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ്, ഒരു രാജാവ് നീതിയോടുകൂടി വാഴുമെന്നാണ് വായിക്കുന്നത്. 1000 ആണ്ട് വായിച്ച ക്രിസ്തു 1000 വർഷം ഭരിക്കുന്ന കാലത്ത് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് വസിക്കുന്ന ഒരു പിന്നെന്താണ് ഒരു വിഷൻ നമുക്ക് കാണാൻ കഴിയും. സിംഹം കാള എന്ന പോലെ വയ്ക്കോൽ തിന്നും, മനസ്സിലാകുന്നുണ്ടോ? കരടിയുടെ കുട്ടിയും പശുവിൻ്റെ കുട്ടിയും ഒന്നിച്ച് മേയുമെന്നുള്ള അർത്ഥം നമുക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് കുട്ടികളൊക്കെ സർപ്പത്തിൻ്റെ പോത്തിങ്കൽ കയറ്റിരുന്നാലും അത് പൂച്ചക്കുട്ടിയെ പോലെ ഇണങ്ങി വരും എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതിനുശേഷം ഈ ഭൂമിയിൽ പിന്നെ എന്താണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. അതായത് അവിശ്വാസികൾക്കുള്ള അൺബിലീവേഴ്സിനുള്ള ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം, അതായിരിക്കും ഭാവി ലോകം എന്ന് പറയുന്നത്. അവിടെ ദ്രവത്വമോ മരണമോ ദുഃഖമോ മുറവിളിയോ അതുപോലെ തന്നെ എന്തില്ല, പെയിനുമില്ല. ആ ലോകത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു, വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇതൊന്നുമല്ല ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് ദ്രവത്വമുള്ളതാണ്. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്തിമത അമർത്യത്തെയും ധരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുള്ള വചനം നിവൃത്തിയാവും. ക്രിസ്തീശു ധാരാളമായി നമ്മളെ രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ.